ഇനി നമുക്കൊരു മത്തങ്ങ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിന് ഈ വലുപ്പത്തിലുള്ള ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒരു തേങ്ങയുടെ 2-3 പാല് പിഴിഞ്ഞെടുത്തതാണ്. ഇത് 1-ാം പാലാണ്. ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും തേങ്ങയും കൂടെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. മത്തങ്ങ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി വേണമെങ്കിൽ മത്തങ്ങ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് അത് കുക്കറിലിട്ട് അടിച്ച് വേവിച്ചും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉരുളി വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങാക്കൊത്തും നട്ട്സും ഒക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം നട്ട്സ് ഇട്ട് ഒന്ന് അത് വറുത്തെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് കോരി മാറ്റുക. നമ്മുടെ കിസ്മിസും അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. അതും ഒത്തിരി അങ്ങ് ഫ്ലെയിം കൂട്ടി വയ്ക്കാതെ നല്ല രീതിക്കൊന്ന് എടുക്കുക. തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മത്തങ്ങ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ ഇളക്കുക. ആ മത്തങ്ങയും നെയ്യുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി മത്തങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നെയ്ക്കകത്ത് കിടന്നൊന്ന് വരട്ടിയെടുക്കുക. ഇത്രയും മതി. ഇതിലേക്ക് നമ്മളിനി ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തർ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുത്ത് ചേർക്കുക. ഇനി അതും നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കുക. ഇപ്പോൾ കണ്ടോ, ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി നല്ല രീതിക്ക് വരണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ മത്തങ്ങയൊക്കെ. ഈ ഒരു പാകത്തിനായപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മത്തങ്ങ എടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 2-3 പാൽ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ഏകദേശം നല്ല രീതിക്ക് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും കൂടി പൊടിച്ചാണ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ച് മത്തങ്ങ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ മിക്സിയിൽ, അതൊന്ന് അരച്ച് അതും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. സാധാരണ ചിലർ അരിപ്പൊടി ചേർക്കാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നുന്നത്. ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കിസ്മിസും ഒക്കെ കൂടി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചൂട് കൂടുതലാണെങ്കിൽ ഇനി 1-ാം പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇച്ചിരി കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. ഈ ഒരു കൺസിസ്റ്റൻസി ഇത് പാകമാണ്. നമ്മുടെ പായസം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. മത്തങ്ങയാണെന്നൊന്നും പറയത്തേയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.